ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഇന്നലെ തന്നെ വന്ന ന്യൂസുകൾ കണ്ട സമയത്ത് തന്നെ നമ്മൾ വളരെയേറെ വേദനാജനകമാണ്. ഒന്നുമില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിയമപാലകരുടെ നിൽക്കട്ടെ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇച്ഛാശക്തിയോടെ അവർക്ക് ഇപ്രാവശ്യം എക്സാം എഴുതണ്ട, അടുത്ത പ്രാവശ്യം ചാൻസ് കൊടുക്കുക എന്നൊരു വാക്ക് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായില്ല. അതല്ല, ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ആശ്വസിപ്പിക്കാൻ അത് നമുക്ക് നോക്കാം, നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ നമുക്ക് കൊടുക്കാം എന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കേട്ടിട്ടില്ല. ഇത് പ്രൊട്ടക്ഷനോടുകൂടി ഈ ക്രിമിനലുകളായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ എക്സാം എഴുതി. എൻ്റെ കുട്ടി ഇന്ന് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് അടിയിലാണ്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷഹബാസിൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഒരുപാട് മിക്സഡ് റെസ്പോൺസ് സമൂഹത്തിലുണ്ടായി. നമ്മുടെ യുവതലമുറയ്ക്ക് വന്നിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ നെക്സ്റ്റ് ജെൻ സി എന്നോ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ എന്നോ ബീറ്റ ജനറേഷനോ എന്നോ ഒക്കെ പറയുന്ന ജനറേഷൻ വന്നിരിക്കുന്ന മാറ്റം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിവിധ കാര്യങ്ങൾ, സിനിമയിലുള്ള വയലൻസ്, മയക്കുമരുന്നിൻ്റെ ഇൻഫ്ലുവൻസ്, പല രീതിയിൽ അവർക്ക് ലഭിക്കുന്ന ഇൻപുട്സ്, വർദ്ധിച്ചു വരുന്ന ഇന്റർനെറ്റ് ഉപയോഗം. പക്ഷേ ആ ചർച്ചകളൊക്കെ ഒരു വശം നടക്കുമ്പോൾ തന്നെ ആളുകൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഷഹബാസിന് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യധികം ആശങ്കയുണ്ടാകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാര്യം ശരി, ജേജ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് 18 വയസ്സിന് താഴെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ നമ്മൾ കുറ്റവാളികളായിട്ട് കാണേണ്ട കാര്യമില്ല. കോൺഫ്ലിക്റ്റിംഗ് വിത്ത് ദ ലോ ഓഫ് ദ സ്റ്റേറ്റ്, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെ കാണണമെന്ന് പറയുമ്പോൾ പോലും നമ്മളെ മനസ്സിൽ ഇന്നലെ നടന്ന സംഭവം, ഇപ്പോൾ ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞു നിർത്തിയ വാക്ക്, ഇന്ന് അവരെ എക്സാം എഴുതുമ്പോൾ അതേ എക്സാം എഴുതേണ്ടിയിരുന്ന എൻ്റെ മകൻ പള്ളിക്കാട്ടിലെ മണ്ണിനടിയിലാണ്. മകനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മകനെ കുറിച്ച് എന്ന് വെച്ചാൽ മകന്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്നതിനേക്കാൾ ഉപരി ആ കുടുംബത്തിന്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഈ മകനോട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പഠിച്ച് പാസ്സായി ഒരു ജോലി കണ്ടെത്തിയിട്ട് വേണം ഈ വീടിന്റെ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് മാറ്റിയെടുക്കാൻ എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരു പാരന്റാണ് ഇദ്ദേഹം. ആ എക്സാം എഴുതേണ്ടി വരുന്ന കുട്ടി അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കി കളഞ്ഞു. ആ ഇല്ലാതാക്കിയവർക്ക് അവന് നഷ്ടപ്പെട്ട അവസരം ലഭിക്കുമ്പോൾ നമ്മളുടെ മനസ്സാരുടെ കൂടെയാണ്? കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ നടന്ന ഒരു ചർച്ചയാണത്. ആ ചർച്ചയിലാണ് പിതാവ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഈ വിഷയം വിവാദമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പല പ്രതിഷേധ സമരങ്ങളും നടന്നു. എന്നാത്താൻ കേസുകൂട് എന്ന സിനിമയിലൂടെ ഫെയിമായിട്ടുള്ള ഷുക്കൂർ വക്കീൽ, അദ്ദേഹത്തിന് ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന രീതിയിൽ നമുക്ക് പോകാൻ കഴിയുമോ? അവർ ചിന്തിച്ച രീതിയിൽ തന്നെ നമ്മൾക്കും ചിന്തിക്കാൻ കഴിയുമോ? അപ്പൊ നമ്മൾ അവരും തുല്യരായി പോകില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കൊണ്ടുപോയി കെട്ടുന്നത് നിയമത്തിന്റെ ബലഹീനതയ്ക്ക് മുന്നിലാണ്. നമ്മുടെ നാട്ടില് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഡീബാർ ചെയ്യപ്പെടുന്നതാണ്. അവിടെ നമ്മളൊരു മാനുഷിക പരിഗണനയും കൊടുക്കുന്നില്ല. 3 വർഷം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ജീവനില്ലാതാക്കി ഒരു കൊലപാതകം ചെയ്തവനെ മാനുഷിക പരിഗണന കൊടുക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും ഇവരെയൊക്കെ നമ്മൾ പ്രതികാര ബുദ്ധിയോടെ ഇവനൊക്കെ ഒന്ന് ഒരിക്കലും നന്നായി പോരുന്ന രീതിയിൽ അവന്റെ ഫ്യൂച്ചറൊക്കെ ഇല്ലാതാക്കണമെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അത് മാത്രമാണ് ഈ ഷുക്കൂർ വക്കീലെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരോടൊന്ന് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞൊരു കാര്യം, അതവിടെ നടന്നോട്ടെ, പക്ഷേ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നൊരു കാര്യം ഞാൻ ആ ഭാഗം ഒന്നുകൂടി പ്ലേ ചെയ്യാം. അതല്ല, ഒരു വാക്കുകൊണ്ട് പോലും നമ്മളൊരു ആശ്വസിപ്പിക്കാൻ അത് നമുക്ക് നോക്കാം, നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ നമുക്ക് കൊടുക്കാം എന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കേട്ടിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംഘടന ഒന്നുമല്ല. ഒരു മകൻ നഷ്ടപ്പെട്ട രക്ഷിതാവ് എന്ന അത് വേദന അനുഭവിച്ച ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് സംഭവം. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ കുറ്റവാളി നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ അവരെ, കാരണം അവർ പ്രായപൂർത്തിയാകാത്തവരാണ്. ജുവനൈൽ കോൺഫ്ലിക്റ്റിംഗ് വിത്ത് ദ ലോ ഓഫ് ദ സ്റ്റേറ്റ്, അങ്ങനെയുള്ളവരുടെ വേണ്ടി മാനുഷിക പരിഗണന, അവരുടെ മനുഷ്യാവകാശമൊക്കെ ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, ഒരു ഭരണകൂടം ഈ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അവരെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു ഉറപ്പ് ഇവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ
പിന്നെ നിങ്ങൾ ഏത് മാനുഷിക പരിഗണനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒപ്പം നിന്നിട്ട് നമ്മൾക്ക് ഇതിൽ ന്യായമുണ്ടാക്കാം, നീതി ഉണ്ടാക്കാം, അവന്റെ മരണത്തിലേക്ക് നയിച്ചവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് പറയുന്ന ഒരു ഉറപ്പ് നൽകാൻ കഴിയാതിരിക്കുകയും അതേസമയം ആ ജീവനെടുത്തവർക്ക് അവരുടെ മനുഷ്യാവകാശവും നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലെ എനിക്ക് തോന്നുന്നില്ല ഈ ഷുക്കൂർ വക്കീൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല സ്വന്തം മകൻ കൊല ചെയ്യപ്പെടുകയും. കാരണം 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാനസികമായ മാറ്റം സംഭവിച്ചു വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഉള്ള 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ഭീകര ചിന്ത ഇപ്പോൾ ഇല്ല എങ്കിലും ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ 10ാം ക്ലാസ്സിനെ കാണുന്നത്, അല്ലേ? എൻ്റെ മകൻ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് എക്സാം എഴുതിയതാണ്. കുടുംബത്തിന്റെ പ്രതീക്ഷകളെന്ന് പറഞ്ഞൊന്നും ഞാൻ അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അവന്റെ പ്രതീക്ഷകളനുസരിച്ചിട്ട് അവന്റെ കഴിവനുസരിച്ച് പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങുന്ന മകനെ ആ എക്സാം എഴുതിക്കാതെ മണ്ണിനടിയിലാക്കിയവർക്ക് മനുഷ്യാവകാശത്തിന്റെ പേരിൽ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ പേരിൽ അങ്ങോട്ട് കൈകഴുകുകയാണ്. ഇപ്പോൾ സർക്കാരിനെ ആയിരിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, കോടതി വിധിയല്ലേ, അത് അംഗീകരിക്കാതെ പറ്റൂ. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ കോടതി വിധികളെയും കണ്ടിട്ടുള്ളത്. കോടതി വിധിക്കെതിരെ സർക്കാർ ഒരിക്കൽ അപ്പീലൊന്നും പോയിട്ടില്ലേ? CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പീൽ പോകുന്ന സർക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും അങ്ങനെ ആയിരിക്കണം. കോടതി വിധി എന്ന് കേട്ട ഉടൻ തന്നെ അതപ്പം തന്നെ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കണം, അങ്ങനെ ഒരു ഭരണ സംവിധാനമായിരിക്കണം. ഇതില് ഈ പാരന്റ്സിന്റെ ഭാഗത്തെ ന്യായമില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഷുക്കൂർ വക്കീൽ പോലുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് തന്നെ പറയുന്നത് നിയമ സംവിധാനത്തിൽ അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യമാണല്ലോ ഈ മാതാപിതാക്കളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഈ പറയുന്ന കുട്ടികളെയൊക്കെ എക്സാം എഴുതാൻ അനുവദിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോപ്പി അടിച്ചാൽ 3 വർഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കൊലപാതകം ചെയ്യുന്നവന് 1 വർഷം പോലും നഷ്ടപ്പെട്ടുകൂടാ എന്ന് വിചാരിക്കുന്നിടത്താണ് നിയമത്തിന് ദൗർബല്യം ഉണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ അവർക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കാനുണ്ടോ? അങ്ങനെ ഒരു തോന്നലെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ? ഇപ്പോൾ ഇതിന് പിന്നിലുള്ള ആളുകൾക്കൊക്കെയുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക നിലയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ആൾ ഇദ്ദേഹമാണെങ്കിൽ സ്വന്തം വീടിന്റെ പണി പോലും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവൻ പഠിച്ച് വലുതാകട്ടെ, അപ്പൊ തൽക്കാലം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവനാണ്, ഞാൻ സമ്പാദിക്കുന്നത് മുഴുവനും ഇവന്റെ പഠനത്തിന് വേണ്ടിയാണ്. അവൻ പഠിച്ചു വലുതായി വരുമ്പോൾ എനിക്കൊരു കൂട്ടായി നിന്നിട്ട് ഒരുമിച്ച് ഇതെല്ലാം പടുത്തുയർത്താമെന്ന് വിശ്വസിക്കുന്ന ഒരപ്പച്ചൻ. മറുവശത്ത് സാമ്പത്തിക സ്വാധീനമുള്ളവർ, രാഷ്ട്രീയ സ്വാധീനമുള്ളവർ, ഉദ്യോഗസ്ഥരിൽ സ്വാധീനമുള്ളവരൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കില്ല എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ട്. ഒപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നിരാശപ്പെട്ടു പോവുകയാണ്. നടപടി എന്തെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടപടി? നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് നാളിഞ്ഞ് മയക്കുമരുന്ന് വേട്ടയായിരിക്കും, മദ്യവേട്ട, മയക്കുമരുന്ന് വേട്ട. നാട്ടിലൊരു ഫുഡ് പോയ്സൺ ഇൻസിഡന്റ് ഉണ്ടായാൽ, ആരുടെയെങ്കിലും ജീവൻ അപായം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇറങ്ങുമല്ലോ ഹോട്ടൽ പരിശോധിക്കാൻ. എല്ലാവർക്കും അറിയാം ഇതൊരു നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിരന്തരമായ ജാഗ്രതയാണ് വേണ്ടത്. 1-2 ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ജാഗ്രതയോട് ഇറങ്ങി തിരിച്ച മയക്കുമരുന്ന് വേട്ട 800 കിലോ പിടിച്ചു, 1000 കിലോ പിടിച്ചു, 100 ഗ്രാം പിടിച്ചു, 5 കിലോ പിടിച്ചു, 10 കിലോ പിടിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇതിപ്പോ ഷാബാസിന്റെ ഈ വാർത്തയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത സംഭവം ഉണ്ടാവണം ഇറങ്ങിത്തിരിക്കാനായിട്ട്. നിരന്തരമായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, നിരന്തരമായി നടക്കുന്ന നിയമലംഘനങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് പറയുന്നത് നിരന്തരമായി നടക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. അതൊരു വാർത്ത കേൾക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടാകുന്ന പ്രതിരോധ പ്രവർത്തനമല്ല. അത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായാലാണ് ഈ ആളുകൾ പറയുന്നതിൽ അവർക്കതൊരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ, കൂടെ നിൽക്കാനുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ബാക്ക് ടു ദ ടോപ്പിക്. എക്സാം ഈ വർഷം എഴുതിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു മാനുഷിക പരിഗണനയെ നഷ്ടപ്പെട്ടു പോകുന്നു വിചാരിക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, എന്ത് മാതൃകയാണ് ഇത് മുന്നോട്ട് വെക്കുന്നതെന്ന്. എന്തു മാതൃകയാണെന്നുള്ള കാര്യം ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നിന്ന് ഊരിപ്പോരാം, ഇതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഇവർ. ഇതിൽ നിന്ന് ഊരിപ്പോരാം. അങ്ങനെയുള്ള അവരുടെ വിശ്വാസത്തിന് വളമിടുന്ന ഒരു നടപടിയായിപ്പോയി ഇവർ എക്സാം എഴുതാൻ അനുവദിച്ചത്. മാനുഷിക പരിഗണന ആവശ്യമാണ്. ഈ വർഷം തന്നെ എക്സാം എഴുതിയില്ല എന്ന് വെച്ച് ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതാവുന്നില്ല. നേരെ മറിച്ച് അത് അവർക്കുള്ളൊരു താക്കീതെങ്കിലും ആയേനെ. ഇത് അതുപോലും ആയില്ല.
അവിടെയാണ് ഈ അച്ഛനോടൊപ്പം ജനങ്ങളും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവരും നിരാശപ്പെട്ടു പോകുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.